അയ്യോ ഞാനോ മുടി എടുക്ക ഞാൻ പറയാം. സൂപ്പറാ. മനുഷ്യനെ കൊന്നത്താ മതി ചോദിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു ബഡ്ജറ്റ്. ഇതാണ് എന്റെ ബഡ്ജറ്റ് അലക്സ. പിന്നെ എന്നാ പേര്? തലയിടിച്ച്. ശരിക്കുള്ള പേരാണ് ലയ. അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയ പണികളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. വീട്ടിൽ വെറുതെ ഒരു ഷൂ ഇരുന്ന കണ്ടപ്പം ഞാനതിൽ ഒരു ചെടി നട്ടുവെച്ചു. അത് പക്ഷെ ഈ അമ്മൂമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഷൂവിനകത്ത് അതുകൊണ്ട് ഇപ്പൊ വഴിയെ പോയി ചേച്ചിയോട് വരെ ഈ കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ടും കലിപ്പ് തീരാത്തതുകൊണ്ട് എന്റെ മുഖത്ത് നോക്കി 2 എക്സ്ട്രാ ഡയലോഗും പറഞ്ഞു. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. വർഷങ്ങളോളം അലമ്പായി കിടന്ന എന്റെ റൂം ഞാൻ ഈ ഇടയ്ക്കാണ് ഒന്ന് ക്ലീൻ ആക്കി എടുത്തത്. ബാക്കി നിങ്ങൾ തന്നെ കണ്ടോ. എന്നാ പക്ഷെ ഈ പണിയൊക്കെ ഞാൻ തന്നെ ചോദിച്ച് മേടിക്കുന്നതാണ്. കാരണം ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇതാണ് എൻ്റെ ഫാമിലി. എൻ്റെ വീട്ടിലെ ഏറ്റവും ചെറിയ മനുഷ്യനാണ് ഈ ബഡ്ജറ്റ് അലക്സ, അല്ലെങ്കിൽ ലയ. കാര്യം എൻ്റെ ജീവന് ഭീഷണിയാണെങ്കിലും ആള് വീട്ടിലില്ലെങ്കിൽ നല്ല ബോറടിയാണ്. അതുകൊണ്ട് പതിവ് പോലെ ഞാനും അമ്മയും കൂടെ കുഞ്ഞിനെ കൊണ്ടുവരാൻ പോവുകയാണ്. ഇതാണ് ചേച്ചിയുടെ അമ്മയും അച്ഛനും. ഞങ്ങൾ ചെന്നപ്പം ആള് നല്ല ഉറക്കമാണ്. ഉറങ്ങുമ്പോൾ നല്ല പാവമാണെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. സൗണ്ട് കേട്ടപ്പോ തന്നെ എഴുന്നേറ്റു. അങ്ങനെ റെഡി ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ്. കുഞ്ഞു വരുന്നുണ്ടോ? എന്നാ വാ, നമുക്ക് പോവാം. ഞാനീ പോകുന്നത് എൻ്റെ ആരോഗ്യത്തിനും അഭിമാനത്തിനും ഒട്ടും നല്ലതല്ല എന്നെനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. കാര്യമൊക്കെ പറഞ്ഞാലും ചില സമയത്ത് ആൾക്ക് നല്ല സ്നേഹമാണ്. ഇനിയാണ് എനിക്ക് കിട്ടിയ 3ാമത്തെ മുട്ടം പണി. ഇതോ ഒന്നും അറിയത്തില്ലല്ലേ. താങ്ക് യു അലക്സ. ഇപ്പൊ ഈ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പണ്ട് ആരെങ്കിലുമൊക്കെ എന്നോട് ഇംഗ്ലീഷ് പറയുമ്പോഴും എനിക്ക് ഈ സെയിം അവസ്ഥയായിരുന്നു. പക്ഷെ ഇംഗ്ലീഷ് പഠിക്കാൻ എൻ്റെ ഒരു സ്മാർട്ട് സൊല്യൂഷൻ ഉണ്ട്, ഡ്യുവോലിംഗോ. ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് 40 ലാംഗ്വേജ് വരെ പഠിക്കാൻ പറ്റും. നമുക്കൊരു ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഓവറോൾ കോൺഫിഡൻസ് ഒക്കെ ഒന്ന് ബൂസ്റ്റ് ആവും. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷ് കോഴ്സ്. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര സിമ്പിളാണ്. നമുക്കൊരു ഗെയിം കളിക്കുന്ന പോലെ ഇംഗ്ലീഷ് എല്ലാ ദിവസവും പഠിക്കാൻ പറ്റും. ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വെക്കേഷന് പോവാണ്, അല്ലെങ്കിൽ നമുക്കൊരു ബെറ്റർ ഇമെയിൽ എഴുതണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യമാണ്. ഇനി നിങ്ങൾക്കും ഇതുപോലെ ഇമ്പ്രൂവ്മെന്റ് വേണം, അല്ലെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം, ഇനി അതല്ല നിങ്ങൾ എബ്രോഡ് പോയി പഠിക്കാനിരിക്കുവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇപ്പോൾ തന്നെ ഡ്യുവോലിംഗോ ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ടു ദ വീഡിയോ. ബൈ ദ വേ, അലക്സ ഇപ്പോൾ ഒരു പണിയും ചെയ്യാറില്ല. ഇതോ ഇത് കൊരങ്ങ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എൻ്റെ ഫോൺ എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ ആള് വേറെന്തൊക്കെയോ എടുത്തോണ്ട് വരും.
ഇത് ഞാനല്ലേ? ഇതിന്റെ പേരാണ് റിവെഞ്ച്. ഇനി നീ സ്കൂളിൽ പോണം, കോളേജിൽ പോണം. ഉയ്യോ, അസൈൻമെന്റ്, പരീക്ഷ, ലാബ് ടെസ്റ്റ്. അയ്യോ ഇപ്പം എൻജോയ് ചെയ്യാനുള്ളതൊക്കെ എൻജോയ് ചെയ്തണം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ആണോ? എന്തോ ഞാനിപ്പോഴും പറയുന്നത് പോലെ ചിലപ്പോൾ ഓവർ ഹീറ്റ് ആയതുകൊണ്ടാവും. അതുകൊണ്ട് ഞാനൊന്ന് കൂളാക്കാൻ നോക്കി. ഇപ്പൊ ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ബൗബൗവിനെയാണ്. ബൗബൗ. മൂക്ക് വരയ്ക്കാമല്ലോ. ചെവി വരയ്ക്കട്ടെ? പല്ല് വരയ്ക്കട്ടെ? പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോ ഒരു പാർക്കിലേക്ക് പോവുകയാണ്. പാർക്കിൽ വെച്ചാണ് ഈ ചേട്ടനെ കണ്ടത്. ചേട്ടന്റെ പേരെന്താണെന്ന് അലക്സ ചേട്ടനോട് കുറെ പ്രാവശ്യം ചോദിച്ചു. എന്റെ പേരെന്നാ? ചേട്ടൻ മൈൻഡ് പോലും ചെയ്തില്ല. ചേട്ടൻ പേര് പറയാത്തതിന്റെ ദേഷ്യം മുഴുവൻ ഇനി എന്റെ ദേഹത്തായിരിക്കും തീർക്കുന്നത്. ബാക്കിയുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം.